ഹായ് എവരിവൺ. നമ്മൾ അൾജിബ്രയിൽ നമ്മളുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ്റെ ഒരു ക്യാരക്ടറൈസേഷനാണ്. ഓക്കെ, ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവാനുള്ള ഒരു നെസസറി സഫീഷ്യൻറ്റ് കണ്ടീഷൻ തിയറം സ്റ്റേറ്റ് ചെയ്യാം. ലെറ്റ് ഇ ബി എൻ അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ്. ഇ എന്നുള്ളത് എഫിൻ്റെ ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷനാണ്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവാം, അല്ലാതെ വരാം. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവാനുള്ള ഒരു നെസസറി സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. നെക്സ്റ്റ്, then there exists a finite number of elements alpha 1, alpha 2, etc. alpha n in E such that E is equal to extension field of alpha 1, alpha 2, etc. alpha n over F if and only if E is a finite dimensional extension, finite dimensional vector spaces over F, that is if and only if E is a finite extension of F. E എന്നുള്ള അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഉണ്ട് എഫ് എന്നുള്ള ഫീൽഡിന്റെ. ആ അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എഫ് എന്നുള്ളത് ഓവർ ഇ എന്നുള്ളത് ഓവർ എഫ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആവുക. അതായത് ഇ എന്നുള്ളത് എഫിന്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവുള്ള ഒരു നെസസറി സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. നമുക്ക് ഇയിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിനെ കണ്ടെത്താൻ പറ്റും. ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ എന്നുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിനെ കണ്ടെത്താൻ പറ്റും. ഇ എന്നുള്ളത് ഈ എലമെന്റ്സിന്റെ ഓവർ എഫ് extension field of alpha 1, alpha 2, etc. alpha n over f ആയിരിക്കും E. ഓക്കെ, ഇതാണ് പറഞ്ഞത് ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയുള്ള നെസസറി സഫീഷ്യൻറ്റ് കണ്ടീഷൻ. ഇനി പ്രൂഫിലേക്ക് നോക്കാം. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൂഫ് given that E is an algebraic extension of F. നമ്മൾ ആദ്യം ഇ എന്നുള്ളത് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ ഈ ഇയിലുള്ള എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ എലമെന്റ്സിനെ എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ് അസ്യൂം ചെയ്യുന്നുണ്ട് ഇ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ നോക്കാം. Since E is an algebraic extension of F, each alpha I is algebraic over F. Okay, ഈയിലുള്ള എല്ലാ എലമെന്റ്സും ഓവർ എഫ് അൾജിബ്രിക് ആണ്. കാരണം ഈ അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ്. അപ്പോൾ ഈയിലുള്ള എല്ലാ എലമെന്റ്സും ഓവർ എഫ് അൾജിബ്രിക് ആയിരിക്കും. ഇൻ പെർട്ടിക്കുലർ ആൽഫ ഐസും ഓവർ എഫ് അൾജിബ്രിക് ആയിരിക്കും. സോ ഈച്ച് ആൽഫ ഐ ഈസ് അൾജിബ്രിക് ഓവർ എനി എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ഇൻ ഇ. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, ആൽഫൈസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ആൽഫൈസ് ഒക്കെ ഏത് എഫിന്റെ ഏത് എക്സ്റ്റൻഷൻ ഫീൽഡ് എടുക്കുകയാണെങ്കിലും എഫിൽ തന്നെ അൾജിബ്രിക് ആണ്. അപ്പോൾ എഫിന്റെ ഏത് എക്സ്റ്റൻഷൻ ഫീൽഡ് എടുക്കുകയാണെങ്കിലും ഈ ആൽഫൈസ് ആ ഫീൽഡുകളിൽ അൾജിബ്രിക് ആയിരിക്കും. ഓക്കെ, എഫിന്റെ ഇന്റെ അകത്തുള്ള. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൽഫ 1 കൺസിഡർ ചെയ്യാം. അപ്പോൾ എഫ് ആൽഫ 1 വെച്ചിട്ട് നമ്മൾ ആൽഫ 1ഉം എഫും വെച്ചിട്ട് ഉള്ള എക്സ്റ്റൻഷൻ ഫീൽഡ് എഫിനെയും ആൽഫനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാകും, എഫ് ഉണ്ടാകും, എഫ് ആൽഫ 1. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തിൻ്റെ അകത്തുണ്ടാകും, ഇന്റെ അകത്തുണ്ടാകും. കാരണം ആൽഫ 1 എവിടെ ഉണ്ട്, ഇയിലുണ്ട്. ഓക്കെ, ദസ് എഫ് field containing f and alpha, smallest field containing f and alpha 1 is algebraic over f. Okay, ഇത് algebraic ആയിരിക്കും. കാരണം ആൽഫ 1 എന്താണ്, algebraic over f ആണ്. ഇൻ ജനറൽ ഞാൻ ഈ കൺസെപ്റ്റിനെ ജനറലൈസ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യുക, ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ ജെസ് വരെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൽഫ ജെ വരെ കൺസിഡർ ചെയ്യുക. പിന്നെ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ ജെ -1 വരെയുള്ള എലമെന്റ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഫീൽഡ് എഫ് ഓഫ് ആൽഫ 1, എഫ് ആൽഫ 2, എക്സെട്ര ആൽഫ ജെ -1 എന്നുള്ള ഈ ഫീൽഡ് എവിടെ ഉണ്ടാകും, ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ആൽഫ 1, ആൽഫ 2,
എക്സെട്ര ആൽഫ ജെൻ്റെ അകത്തുണ്ടാവും. കാരണം J-1 വരെയുള്ള എലമെന്റ്സ് ഇവിടെ ഉണ്ടാകും. ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ J-1 വരെയുള്ള എലമെന്റ്സ് ഇവിടെ ഉണ്ടാകും. അതിലേക്ക് ഒരു എലമെന്റ് ആൽഫ ജെനും കൂടെ ആഡ് ചെയ്തതാണ് ഞാൻ റൈറ്റ് സൈഡിൽ എഴുതിയ ഈ ഫീൽഡ്. ഓക്കെ, അപ്പോ മോറോവർ ഈ ആൽഫ ജെ ഓവർ എഫ് അൽജിബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ആൽഫ ജെ ഓവർ ദിസ് ഫീൽഡ് അൽജിബ്രിക് ആണ്. കാരണം എഫ് ഇതിന്റെ അകത്തുണ്ട്. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എക്സ്റ്റൻഷൻ എന്തായിരിക്കും? അൽജിബ്രിക് ആയിരിക്കും. അതാണ് നെക്സ്റ്റ് എഴുതിയത്. ഇൻ ജനറൽ എഫ് ഓഫ് field containing alpha 1, alpha 2, etc. alpha j is an algebraic extension of the field containing smallest field containing f and alpha 1, alpha 2, etc. alpha j-1 for j runs from 1 to etc. n. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഇൻക്ലൂഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എഴുതിയാൽ എഫ് എന്തിൻ്റെ അകത്തുണ്ടാവും? ഈ ഫീൽഡിൻ്റെ അകത്തുണ്ടാവും. ഈ ഫീൽഡ് രണ്ടാമത്തെ ഫീൽഡ് ഇതിൻ്റെ അകത്തുണ്ടാവും. ഈ ഫീൽഡ് തൊട്ടടുത്തുള്ള ഫീൽഡ് ജനറലായിട്ട് സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ J-1 ഏത് ഫീൽഡിൻ്റെ അകത്തുണ്ടാകും? സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ J-1 ആൽഫ ജെ എന്നുള്ള ഈ ഫീൽഡിൻ്റെ അകത്തുണ്ടാകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഞാൻ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത തിയറം പ്രകാരം എന്ത് പറയാം? ഈ എക്സ്റ്റൻഷന്റെ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓർ എഫ്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ, അതായത് വെക്ടർ സ്പേസ് ഇ ഓവർ എഫിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ വെക്ടർ സ്പേസ് ഇ ഓവർ എഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n-1 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n-1 ഓവർ എഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n-2 ആൽഫ n-2. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് അവസാനത്തെ ഫീൽഡ് എന്തായിരിക്കും വരിക? ഡയമെൻഷൻ ഓഫ് എഫ് ആൽഫ 1 ഓവർ എഫ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയത്. ഞാൻ ഈ ഒരു തിയറം ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻക്ലൂഷൻ, ഈ എക്സ്റ്റൻഷൻസ് ഒക്കെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഡയമെൻഷൻ, അതായത് എഫിനെ ഇനെ ഓവർ എഫ് വെക്ടർ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് അവസാനം അവിടെ ഇ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനെ ഓവർ എഫ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ ഡയമെൻഷൻ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അത് ആ ഡയമെൻഷൻ ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ഈ നമ്പേഴ്സ് ഒക്കെ ഫൈനൈറ്റ് ആണ്. അതാണ് തൊട്ട് മുന്നേ എഴുതിയത്. അൽജിബ്രിക് എക്സ്റ്റൻഷൻ ആണ്. മോർ ഓവർ അത് ഫൈനൈറ്റ് ആയിരിക്കും. സോ റൈറ്റ് സൈഡ് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് ഈ ഡിഗ്രി എന്തായിരിക്കും? അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. അതായത് നമ്മളുടെ എക്സ്റ്റൻഷൻ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ഇനി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇ എഫ് ആണെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും പ്രൂവ് ചെയ്യാം. കുറച്ചുകൂടെ സിമ്പിൾ ആണ്, നോക്കാം. കോൺവേഴ്സ്ലി സപ്പോസ് ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. അതായത് ഇ ഓവർ എഫ് വെക്ടർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സപ്പോസ് ഇ ഈക്വൽ ടു എഫ് ആണ്, അല്ലെങ്കിൽ ഈ ഡയമെൻഷൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എഫിന് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഡയമെൻഷൻ 1 ആണെങ്കിൽ ഇ ഓവർ എഫ് എന്നുള്ള വെക്ടർ സ്പേസിന് നമുക്ക് എന്തിന് ഐസോമോർഫിക് ആണെന്ന് പറയാം? എഫ് ഓവർ എഫിന് ഐസോമോർഫിക് ആണെന്ന് പറയാം വെക്ടർ സ്പേസ്. അതേപോലെ തന്നെ എഫ് ഇക്ക് ഐസോമോർഫിക് ആണെന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഇഫ് ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ്, ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓവർ എഫ്, ഇ ഓഫ് ഓർ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ആ കേസിൽ നമുക്ക് എന്ത് പറയാം? ഇ നോട്ട് ഈക്വൽ ടു എഫ് ആണെന്ന് പറയാം. ആ കേസിൽ നമുക്ക് എഫ് ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ഇ ആണെന്ന് പറയാം. ഓക്കെ, ഈ എഫിന് ഈക്വൽ അല്ല, എഫ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ഇ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഡിഫറൻസ് എഫിൽ അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് എങ്കിലും ഉണ്ടാവും. അതായത് എഫ് കോംപ്ലിമെന്റ് ഇയിൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് എങ്കിലും ഉണ്ടാവും. കാരണം എഫ് ഇന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. അവിടുന്ന് ഒരു എലമെന്റിന് എടുക്കുക, ആൽഫ 1 എന്നുള്ള ഒരു എലമെന്റിന് എടുക്കുക കോംപ്ലിമെന്റ്സ്. Therefore, there exists an element alpha 1 belongs to E such that alpha 1 does not belong to F. അതായത് ആൽഫ 1 ഞാൻ എവിടുന്നാണ് ചൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. എഫിന്റെ കോംപ്ലിമെന്റ് ഈ ഡിഫറൻസ് എഫ്
Okay. Then degree of E extension. Degree of extension of F alpha 1 or F is greater than 1. കാരണം എങ്ങനെയാലും എഫ് ആൽഫ വൺ എന്താവില്ല, എഫിന് ഈക്വൽ ആവില്ല. അതുകൊണ്ട് തന്നെ ആ ഡിഗ്രി, ആ ഡയമെൻഷൻ എഫ് ഓവർ ആൽഫ വൺ, എഫ് ആൽഫ വൺ ഓവർ എഫ് എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ 1 ആവില്ല, ഗ്രേറ്റർ ദാൻ 1 ആവും. നൗ ഇഫ്, അതായത് അതിന് കാരണം പറഞ്ഞത് നൗ ഇഫ് ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ, സോറി അത് ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ ഡിഗ്രി ഓഫ്, അപ്പോൾ നമ്മളെ കയ്യിൽ എങ്ങനെയുണ്ട്, ഇപ്പോൾ നല്ലൊരു ഇതുണ്ട്, എഫ് നല്ലൊരു ഇൻക്ലൂഷൻ റിലേഷൻ ഉണ്ട്. എഫ് എവിടെ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ആണ്, ആൽഫ വണ്ണിൽ പ്രോപ്പർലി, എഫ് ആൽഫ വണ്ണിൽ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ആണ്. അത് എവിടെ കണ്ടെയ്ൻഡ് ആണ്, ഇയിൽ കണ്ടെയ്ൻഡ് ആണ്. സപ്പോസ് എഫ് ആൽഫ വൺ എന്നുള്ള ഈ ഫീൽഡും ഇയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ട്രിവിയൽ ആയിട്ട് നമുക്ക് തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് ഫൈനൈറ്റ് ആണ് നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയാ, ഈക്വൽ ടു എഫ് ആൽഫ വൺ എന്നുള്ള രൂപത്തിൽ എഴുതാം. ഓക്കെ, സപ്പോസ് ഈ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓവർ എഫ് ആൽഫ വൺ അത് 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈക്വൽ ടു എഫ് ആൽഫ വൺ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ തിയറം പ്രൂവ് ചെയ്യും, ഓക്കെ ആണെന്ന് പറയാം. സപ്പോസ് നോട്ട് അങ്ങനെയല്ല, ഈക്വൽ ടു എഫ് ആൽഫ വൺ അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ആൽഫ വണ്ണിന്റെ കോംപ്ലിമെന്റ് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഡിഫറൻസ് എഫ് ആൽഫ വണ്ണിലെ ഒരു എലമെന്റ് അത് നോൺ എംപ്റ്റി ആയിരിക്കും, എന്ത് ഈക്വൽ അല്ലെങ്കിൽ. നോൺ എംപ്റ്റി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഒരു എലമെന്റിനെ ആൽഫ ടുവിനെ ചൂസ് ചെയ്യാം. ആൽഫ ടു ബിലോങ്സ് ടു ഈ ഡിഫറൻസ് എഫ് ആൽഫ വൺ. അപ്പോ ഈ എക്സ്റ്റൻഷൻ എഫ് ആൽഫ വൺ ആൽഫ ടു എന്നുള്ള ഈ എക്സ്റ്റൻഷൻ ഓവർ എഫ് ആൽഫ വൺ എന്തായിരിക്കും, ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഡിഗ്രി എന്താ പറയുക, ഈ എക്സ്റ്റൻഷന്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, കാരണം എഫ് ആൽഫ വൺ ആൽഫ ടുവും എഫ് ആൽഫ വണ്ണും ഈക്വൽ അല്ല. സപ്പോസ് ഇനി ഈ എഫ് ആൽഫ വൺ എഫ് ആൽഫ ടു ആണ് എന്ന് കരുത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള ഇൻക്ലൂഷൻ എന്താ, ഇവിടെ എഴുതാം, എഫ് അത് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എഫ് ആൽഫ വൺ ആണ്. അവിടെ നിർത്തിയിട്ടില്ല, ഈ ഇതിന് ഈക്വൽ അല്ല. അപ്പൊ നമ്മൾ ഒരു ആൽഫ ടുവിനെ ഇവിടുന്ന് കോംപ്ലിമെന്റിന് ചൂസ് ചെയ്ത് എന്നിട്ട് ഫീൽഡിനെ എഫ് ആൽഫ വണ്ണിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരാം, ലെസ് ദാൻ, പ്രോപ്പർലി കണ്ടെയ്ൻഡ് അല്ല, എഫ് ആൽഫ വൺ ആൽഫ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ചിലപ്പോൾ ഈക്വൽ ആയിട്ട് വരാം, ലെസ് ദാൻ കണ്ടെയ്ൻഡ് ഇ. ഓക്കെ, ഇപ്പോ സപ്പോസ് എഫ് ആൽഫ വൺ ആൽഫ ടു ഈക്വൽ ടു ഇ ആണെങ്കിൽ നമുക്ക് അവിടെ തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കാരണം ഇ ഈക്വൽ ടു എഫ് ആൽഫ വൺ എഫ് ആൽഫ ടു എന്നുള്ള രൂപത്തിൽ വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റെ അകത്ത് ഈ എഫ് ആൽഫ വൺ എഫ് ആൽഫ ടു എന്നല്ലാത്ത ഒരു ആൽഫ വൺ എഫ് ആൽഫ ടു എന്നുള്ള ഫീൽഡിൽ ഇല്ലാത്ത ഒരു എലമെന്റിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് എഫ് ആൽഫ വൺ എഫ് ആൽഫ ടുവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇതൊരു ഫൈനൈറ്റ് സ്റ്റേജിൽ ടെർമിനേറ്റ് ചെയ്യും, കാരണം ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്, ഈ എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, കണ്ടിന്യൂയിങ് ദിസ് വേ ആൻഡ് സിൻസ് degree of extension of E over F is finite, we arrive at alpha n belongs to n such that E equal to F alpha 1, F alpha 1, alpha 2, etc. alpha n, hence the proof. ഇതാണ് പ്രൂഫ്. മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്, സിമ്പിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ കൊറോളറി ആയിട്ട് ഇതിന് ഫോളോ ചെയ്യുന്ന കുറച്ച് റിസൾട്ടുകൾ ഉണ്ട്, നോക്കാം. കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഈ തിയറും ആവശ്യമുണ്ട്. നെക്സ്റ്റ് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഡിഫൈൻ ചെയ്യാനുള്ളത് അൾജിബ്രിക് ക്ലോഷർ. ഓക്കെ, അൾജിബ്രിക് ക്ലോഷർ എന്താന്ന് പറയാനുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ എഫിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇ, എഫിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇ. ദെൻ നമ്മൾ അപ്പോൾ ഇയില് ഓവർ എഫ് അൾജിബ്രിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവും, അൾജിബ്രിക് അല്ലാത്ത എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇയിൽ എഫ് ഓവർ എഫ് അൾജിബ്രിക് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കളക്ഷനെ കൺസിഡർ ചെയ്യുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതേ രൂപത്തിലാണ്, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ഇ ദാറ്റ് ഈസ് അൾജിബ്രിക് ഓവർ എഫ്. അതിനെ പറയുന്ന പേരാണ് അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ. അൾജിബ്രിക് ബ്രൈറ്റ് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ, അതായത് ഇയിലുള്ള അൾജിബ്രിക് എലമെന്റ്സിന്റെ കളക്ഷൻ ഓവർ എഫ് അൾജിബ്രിക് ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ കളക്ഷനെയാണ് അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ എന്ന് പറയുന്നത്.
അപ്പോൾ എങ്ങനെയായിരിക്കും ആ സെറ്റ് ഓഫ് ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് ആൽഫ ഈസ് അൾജിബ്രിക് ഓവർ എഫ്. നെക്സ്റ്റ്, ഇത് ഒരു സബ് ഫീൽഡാണ്, ഇന്റെ ഒരു സബ് ഫീൽഡാണ്. അതായത് അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ അത് ഒരു ഫീൽഡാണ്. അതായത് ഈന് നമുക്ക് എങ്ങനെ പറയാം, അപ്പൊ ഇൻക്ലൂഷൻ എങ്ങനെയായിരിക്കും, എഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫിലുള്ള എല്ലാ എലമെന്റ്സും ഇയിലുണ്ടാവും, അതൊക്കെ ഓവർ എഫ് അൾജിബ്രിക് ആയിരിക്കും. അപ്പൊ അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇ. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതൊരു ഫീൽഡ് ആവുമെന്നാണ്, അതായത് ഇന്റെ ഒരു സബ് ഫീൽഡ് ആവുമെന്നാണ്. അതാണ് നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിയറം പറയുന്നത് അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ എന്താണ്, ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ഇന്റെ ഒരു സബ് ഫീൽഡാണ്. അതാണ് നെക്സ്റ്റ് തിയറം. തിയറം നോക്കാം. ഓക്കെ, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ലെറ്റ് ഇ ബി ആൻ extension field of f, then algebraic closure of f in E is a subfield of E. algebraic closure എന്താണ്, subfield of E ആണ്, അതായത് ഒരു ഫീൽഡ് ആണ്. അപ്പോൾ നമുക്ക് പ്രൂഫ് ഒന്ന് നോക്കാം. അഗെയിൻ നമുക്ക് algebraic closure of f in E ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സെറ്റിലുള്ള രണ്ട് എലമെന്റ്സ്, ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുത്താൽ ആൽഫ പ്ലസ് 1 ആൽഫയും ബീറ്റ എടുത്താൽ, ഏതെങ്കിലും ആർബിട്രറി ആയിട്ട് രണ്ട് എലമെന്റ്സ് ആൽഫയും ബീറ്റ എടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ മൈനസ് ബീറ്റ, ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബൈ ബീറ്റ എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി, ആ സെറ്റിൽ തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. വേർ ബീറ്റ നോട്ട് ഈക്വൽ ടു 0, ബീറ്റ 0 അല്ലെങ്കിൽ. ഓക്കെ, ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നു നോക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, രണ്ട് എലമെന്റ്സ് നമ്മളുടെ സെറ്റിലുള്ള അൾജിബ്രിക് ക്ലോഷറിലുള്ള രണ്ട് എലമെന്റ്സിനെ ചൂസ് ചെയ്ത് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത് ലെറ്റ് ആൽഫ 1, ആൽഫ ബീറ്റ ബിലോങ്സ് ടു algebraic closure of f in E. To prove that algebraic closure of f in E is a subfield of E, we have to show that alpha plus beta, alpha minus beta, alpha into beta, alpha by beta, where beta not equal to 0, alpha by beta പറയുമ്പോൾ beta not equal to 0 is in algebraic closure of f in E. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആൽഫനും ബീറ്റനെയും നമ്മൾ അൾജിബ്രിക് ക്ലോഷറിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അൾജിബ്രിക് ക്ലോഷറിന് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആൽഫയും ബീറ്റ എന്താണ്, ഓവർ എഫ് അൾജിബ്രിക് ആണ്. ഓക്കെ, അൾജിബ്രിക് ക്ലോഷർ എന്നാണ്, ഇതിന്റെ അൾജിബ്രിക് ക്ലോഷർ എന്നാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് എലമെന്റ്സ് എന്തായിരിക്കും, അൾജിബ്രിക് ഓവർ എഫ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ എക്സ്റ്റൻഷൻ എഫ് ആൽഫ ബീറ്റ എന്നുള്ള ഈ എക്സ്റ്റൻഷൻ എന്തായിരിക്കും, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും. ഓക്കെ, അതും ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നേ. ഓക്കെ, 31.1 ഫോളോ ചെയ്യും. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇൻക്ലൂഷൻ എഫ് ആൽഫ ബീറ്റ ഇ. ഓക്കെ, എഫ് ആൽഫ ബീറ്റ ഇ ഉണ്ടാവും, സോറി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, എഫ് ലെസ് ദാൻ എഫ് ആൽഫ ബീറ്റ. വേണമെങ്കിൽ ഇവിടെ അൾജിബ്രിക് ക്ലോഷർ ഫീൽഡാന്ന് പ്രൂവ് ചെയ്യണം, അതാണ് നമ്മൾ ചെയ്യുന്നത്. എഫ് ആൽഫ algebraic closure of f over algebraic closure of f in E, which is contained in E. Okay, അപ്പോൾ നമ്മൾക്ക് ഈ ഫീൽഡ് ഉണ്ട്, ഇതൊരു ഫീൽഡാണ് അല്ലെ, ആൽഫനെയും ബീറ്റനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് എഫ് ആൽഫ ബീറ്റ എന്നുള്ള ഈ ഫീൽഡ്. അപ്പോൾ അത് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാകും, ആൽഫ പ്ലസ് 1 ബീറ്റ ഉണ്ടാവും, ആൽഫ മൈനസ് ബീറ്റ ഉണ്ടാവും, ആൽഫ ഇൻറ്റു ബീറ്റ ഉണ്ടാവും, ആൽഫ ബൈ ബീറ്റ ഉണ്ടാവും, ബീറ്റ നോൺ സീറോ ആവുന്ന കേസിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഇൻക്ലൂഷൻ ഓക്കെയാണ്. അവിടെ നിന്ന് ഇവിടെ ഈ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മെമ്പേഴ്സ് ഒക്കെ എവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും. കാരണം ഈ ഫീൽഡ് ഈ സെറ്റിൽ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ആണ്. ആൽഫയും ബീറ്റയും ആർബിട്രറി ചോയ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ ഉള്ള അൾജിബ്രിക് ക്ലോഷറിലുള്ള ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും, ഏത് രണ്ട് എലമെന്റ്സ് ആൽഫയും ബീറ്റയും എടുത്താലും ഈ നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്താലും അതിൽ തന്നെ ഉണ്ടാവും.
സോ നമുക്ക് എന്താ പറയാ, അൾജിബ്രിക് ക്ലോഷർ ഇന്റെ സബ് ഫീൽഡ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന തന്നെയാണ് കൊറോളറി. നമ്മളുടെ അൾജിബ്രിക് നമ്പേഴ്സിന്റെ കളക്ഷൻ ഒരു ഫീൽഡാണ്. അൾജിബ്രിക് നമ്പേഴ്സിന്റെ കളക്ഷനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരുന്നത്, ഇങ്ങനെയായിരുന്നു. അൾജിബ്രിക് നമ്പേഴ്സിന്റെ കളക്ഷൻ അപ്പം എന്തായിരിക്കും, നമ്മൾ റാഷണൽ നമ്പേഴ്സിനെയും കോംപ്ലക്സ് നമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യുമ്പോൾ അൾജിബ്രിക് നമ്പേഴ്സിന്റെ കളക്ഷൻ എന്താണ്, ഓവർ ക്യൂ പോളിനോമിയൽസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ റൂട്ട്സ് ആണ് നമ്മൾ അൾജിബ്രിക് നമ്പേഴ്സ്. അതായത് സി റാഷണൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ എക്സ്റ്റെൻഡ്, റാഷണൽ നമ്പേഴ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സി എന്ന് പറയാം. അപ്പോൾ അവിടെയുള്ള ഓർ സിയിലുള്ള എലമെന്റ്സ് ഓർ ക്യൂ അൾജിബ്രിക് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, അൾജിബ്രിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ കൊടുത്താൽ നമ്മുടെ അൾജിബ്രിക് നമ്പേഴ്സിന്റെ കളക്ഷൻ എന്തായിരിക്കും, ഫീൽഡ് ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം, ഈ ഇൻക്ലൂഷനിൽ ഇതൊരു ഫീൽഡാണ്. ഓക്കെ, അൾജിബ്രിക് നമ്പേഴ്സിന്റെ കളക്ഷൻ ഒരു ഫീൽഡാണ്. അതാണ് സ്റ്റേറ്റ്മെന്റ്. പ്രൂഫ് ഞാൻ പറയുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്തു, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ദി സെറ്റ് ഓഫ് അൾജിബ്രിക് നമ്പേഴ്സ് ഫോം എ ഫീൽഡ്. അൾജിബ്രിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ക്യൂ അൾജിബ്രിക് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ അൾജിബ്രിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അൾജിബ്രിക്കലി ക്ലോസ്ഡ്. ഒരു ഫീൽഡ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഡെഫിനിഷൻ ആണ്, നോക്കാം. A field F is algebraically closed if every non-constant polynomial in the ring of polynomials over F has a zero in F. ഒരു ഫീൽഡ് എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയും. ആ ഫീൽഡിൽ നമുക്ക് പറയാൻ പറ്റുന്ന പോളിനോമിയൽസ്, ഏതൊരു പോളിനോമിയൽ എടുത്താലും ഓവർ ദാറ്റ് ഫീൽഡ് ഏതൊരു പോളിനോമിയൽ എടുത്താലും നമുക്ക് എന്ത് പറയണം, ആ പോളിനോമിയൽ ഒരു റൂട്ടെങ്കിലും ആ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉള്ള ഫീൽഡാണ് എഫ് എങ്കിൽ ആ എഫ് എന്നുള്ള ഫീൽഡ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയും. അതായത് എഫ് എന്നുള്ള ഫീൽഡ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയും ഇഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഓവർ എഫ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദർ എക്സിസ്റ്റ് സം ആൽഫ ബിലോങ്സ് ടു എഫ് സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0. എഫിന് ഈ ഫീൽഡിൽ ഒരു 0 എങ്കിലും ഉണ്ടാവും, ഒരു ആൽഫ എങ്കിലും എഫ് 0 ആയിട്ട് വരും, എഫ് ആൽഫ 0 ആയിട്ട് വരും. സി അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, അത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്, അൾജിബ്ര, ഫണ്ടമെന്റൽ തിയറം ഓഫ് അൾജിബ്ര നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. സി അൾജിബ്രിക്കലി, ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഫീൽഡ് ഓഫ് റിയൽ നമ്പേഴ്സ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് അല്ല. കാരണം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഒരു പോളിനോമിയൽ ഓവർ റിയൽ നമ്പേഴ്സിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെന്തില്ല, എക്സ് സ്ക്വയർ പ്ലസ് 1 റിയൽ നമ്പേഴ്സിൽ റൂട്ട്സ് ഇല്ല. കാരണം എക്സ് സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള പോളിനോമിയൽ ആറിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഏതൊരു എക്സിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എക്സ് സ്ക്വയർ നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആറിൽ എന്തില്ല, റിയൽ നമ്പേഴ്സിൽ റൂട്ട് ഇല്ല എന്ന് പറയാം. ക്യൂവും ഇതേപോലെ അൾജിബ്രിക്കലി ക്ലോസ്ഡ് അല്ല. ഓക്കെ, റാഷണൽ നമ്പേഴ്സിന്റെ ഫീൽഡ് ഓഫ് റാഷണൽ നമ്പേഴ്സ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് അല്ല. അവിടെ അഗെയിൻ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുത്താലും മതി. എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള പോളിനോമിയൽ ഓവർ റാഷണൽ നമ്പേഴ്സിൽ കൺസിഡർ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1 റാഷണൽ നമ്പേഴ്സിൽ റൂട്ട് ഇല്ല. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 2 എന്നുള്ള പോളിനോമിയൽ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതിനും ഇവിടെ റൂട്ട് ഇല്ല. ഏതെങ്കിലും ഒരു പോളിനോമിയലിന് ആ ഫീൽഡിൽ റൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ ഫീൽഡ് എന്തല്ല എന്ന് പറയാം, അൾജിബ്രിക്കലി ക്ലോസ്ഡ് അല്ല എന്ന് പറയാം. എല്ലാ പോളിനോമിയൽസിനും ആ ഫീൽഡ് ഓവർ ദാറ്റ് ഫീൽഡ് എല്ലാ പോളിനോമിയൽസിനും റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫീൽഡ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്നും പറയാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ്, നിങ്ങൾ ഓർക്കുക, ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ഇഫ് a field F is algebraically closed if and only if every non-constant polynomial
in ring of polynomials or f factors in ring of polynomials or f into linear factors. അതായത് ഒരു ഫീൽഡ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയാനുള്ള അല്ലെങ്കിൽ ആവാനുള്ള നെസസറി സഫീഷ്യന്റ് കണ്ടീഷനാണ്. എപ്പോഴാണ് എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആവുക? നമ്മൾ ഏതൊരു പോളിനോമിലും നമ്മൾ ഓവർ എഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും നമുക്ക് എഫിനെ ലീനിയർ ഫാക്ടർ ആയിട്ട് ഓവർ എഫ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ റിംഗിൽ തന്നെ നമുക്ക് എഫിനെ ഫാക്ടറൈസ് ചെയ്യാം ലീനിയർ ഫാക്ടർ ആയിട്ട്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം, ഞാൻ എഫിന് വിത്തൗട്ട് ലൂസ് ഓഫ് ജനറാലിറ്റി എഫ് മോണിക് പോളിനോമിലാണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് എ വൺ, എക്സ് മൈനസ് എ ടു, എക്സെട്ര എക്സ് മൈനസ് എ എന്നുള്ള രൂപത്തിലേക്ക് ലീനിയർ ഫാക്ടർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എഫ് മോണിക് ആണെങ്കിൽ ഇതേപോലെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ B1 B2 ഇതേ രൂപത്തിൽ എങ്ങനെയായാലും ലീനിയർ ഫാക്ടർ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെങ്കിൽ. ഓക്കെ, നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽസിനെയൊക്കെ നമുക്ക് ലീനിയർ പോളിനോമിയൽസ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. പ്രൂഫ് അഗെയിൻ നമുക്ക് പ്രൂഫിന് ഒരൊറ്റ ഐഡിയ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിഷൻ അൽഗോരിതം അല്ലെങ്കിൽ പോളിനോമിയൽസിന്റെ കേസിൽ ഫാക്ടറൈസേഷൻ. ഓക്കെ, നോക്ക സപ്പോസ് f is algebraically closed. Let f of x be a non-constant polynomial in f, in ring of polynomials over f of x ഒരു ആർബിട്രറി പോളിനോമിയൽ ചൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആയതുകൊണ്ട് എഫിന് എന്തുണ്ടാകും? ഒരു സീറോ ഉണ്ടാവും. എഫ് ഹാസ് എ സീറോ ഇൻ എഫ്. ആ സീറോനെ ഞാൻ എ എന്ന് വിളിക്കുന്നുണ്ട്. ദർ എക്സിസ്റ്റ് എ ബിലോങ്സ് ടു എഫ് സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു സീറോ. എഫ് ഓഫ് എ ഈക്വൽ ടു സീറോ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. എഫ് ഓഫ് എ സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഫിനെ എങ്ങനെ ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ജി ഓഫ് എക്സ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാം ക്ലീഡിയൻ അൽഗോരിതം. ഓക്കെ, അല്ലെങ്കിൽ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട്, പോളിനോമിയൽ റിംഗിലുള്ള ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഇതേ രൂപത്തിൽ മാറ്റി എഴുതും. ഇങ്ങനെ ഒരു ജി ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും, വിച്ച് ഇംപ്ലൈസ് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ജി ഓഫ് എക്സ് belongs to ring of polynomials over x f such that f of x is equal to x minus a into g of x. x minus a f ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും f of a സീറോ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു g കിട്ടും. അഗൈൻ g എവിടുത്തെ പോളിനോമിയൽ ആണ്? ഓർ എഫ് പോളിനോമിയൽ ആണ്. എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ജിക്ക് ഒരു റൂട്ട് ഉണ്ടാകും. അതിനെ ഞാൻ b എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ g of x ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു h of x എന്നുള്ള ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും. ഓർ എഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി ഇൻറ്റു എച്ച് ഓഫ് എക്സ്. ബി എന്ന് പറഞ്ഞാൽ ജിന്റെ റൂട്ട് എഫിൽ അങ്ങനെ ഒരു ബി എക്സിസ്റ്റ് ചെയ്യും. എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഹെൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇനി ജി ഓഫ് എക്സിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്നുള്ള രൂപത്തിൽ എഴുതുക. അഗെയിൻ നമ്മൾ എച്ച് ഓഫ് എക്സ് ഓവർ എഫ് പോളിനോമിയൽ ആണ്. അപ്പോൾ എച്ച് ഓഫ് എക്സിന് ഒരു റൂട്ട് ഉണ്ടാവും. നോൺ കോൺസ്റ്റന്റ് ആണെങ്കിൽ എച്ച് ഓഫ് എക്സിന് ഒരു റൂട്ട് ഉണ്ടാകും. അപ്പോൾ എച്ച് ഓഫ് എക്സിന് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം, അതേ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴാണോ നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് എക്സ് സീറോ ആയിട്ട് വരുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് നിർത്താം. ആ കേസിൽ നമുക്ക് എന്ത് വരും? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ്, എപ്പോഴാണോ നിർത്തുന്നത് അപ്പോൾ നമ്പർ പിന്നെ ഒരു കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ വരും. ഓക്കെ, നമുക്ക് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ റിംഗ് ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് ഹാസ് എ ഫാക്ടറൈസേഷൻ ഇൻ ടു ലീനിയർ ഫാക്ടേഴ്സ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു പോളിനോമിയൽ എഫ് നമ്മൾ റിംഗ് ഓഫ് പോളിനോമിയൽ ഓർ എഫ് എന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ ലീനിയർ ഫാക്ടർ ആയിട്ട് എഫിന് ഒരു റൂട്ട് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലീനിയർ ഫാക്ടർ ആയിട്ട്
നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. എക്സ് a1 എക്സ് മൈനസ് b1 a2 എക്സ് മൈനസ് b2 എക്സെട്ര ഇതേ രൂപത്തിൽ ഫാക്ടറൈസേഷൻ ഉണ്ടാവും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. an എക്സ് മൈനസ് bn. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടർ എടുക്കുക. a1ഉം aiസും bi's ഒക്കെ എവിടുത്തെ എലമെന്റ്സ് ആയിരിക്കും? എഫിലുള്ള എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം 0 ആണെന്ന് വരണം. ഓക്കെ, അപ്പോൾ എക്സ് ആയിട്ട് എന്തിനു ചൂസ് ചെയ്താവും? ഒരു 0 എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫാക്ടർ 0 ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് വരും? a1 എക്സ് മൈനസ് b1 ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു b1 ബൈ a1. a1 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, എക്സിന് ഇതേപോലെ ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് 0 ആണെന്ന് പറയാം. അപ്പോൾ എഫിന് എന്തുണ്ടാവും? എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ ഫീൽഡ് എഫിൽ ഒരു 0 ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എഫിന്റെ ചോയ്സ് ആർബിട്രറി ആയതുകൊണ്ട്, എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിന്റെ ചോയ്സ് ആർബിട്രറി ആയതുകൊണ്ട് എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇനി ഒരു അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണ്, ഒരു ഫീൽഡ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സ്റ്റൻഷൻസ് എന്താവില്ല എന്നാ പറഞ്ഞത്? അൾജിബ്രിക് എക്സ്റ്റൻഷൻ ആവില്ല. സപ്പോസ് എഫ് ഒരു അൾജിബ്രിക്കലി ക്ലോസ്ഡ് ഫീൽഡ് ആണ്, അങ്ങനെയാണെങ്കിൽ എഫിന് പ്രോപ്പർ ആയിട്ട് ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല എന്നാണ് നെക്സ്റ്റ് നമുക്ക് കൊറോളറി ആയിട്ട് തൊട്ട് മുന്നത്തെ റിസൾട്ടിന്റെ ഒരു ഫോളോയിങ് ആയിട്ട് പറയാൻ പറ്റുക. എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെങ്കിൽ, സപ്പോസ് ഈ എഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇ എങ്കിൽ, പ്രോപ്പർ എക്സ്റ്റൻഷൻ ആണ് ഇ എങ്കിൽ, ഈ എന്തല്ല? ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷൻ അല്ല. അതായത് ഈ എന്തായിരിക്കും? പ്രോപ്പർ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ട്രാൻസെൻഡന്റൽ എക്സ്റ്റൻഷൻ ആയിരിക്കും. Okay, an algebraically closed field F has no proper algebraic extension. That is, no algebraic extension E with F is properly contained E. അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. സപ്പോസ് അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എന്താവില്ല? അൾജിബ്രിക് എക്സ്റ്റൻഷൻ ആവില്ല, ട്രാൻസെൻഡന്റൽ. ഇത് ട്രാൻസെൻഡന്റൽ എന്ന് പറയാൻ പറ്റില്ല, അൾജിബ്രിക് എക്സ്റ്റൻഷൻ അല്ല എന്ന് പറയാം. ഓക്കെ, അൾജിബ്രിക് എക്സ്റ്റൻഷൻ അല്ല, ട്രാൻസെൻഡന്റൽ അല്ല, അൾജിബ്രിക് എക്സ്റ്റൻഷൻ എന്താണ്? ഓക്കെ, പ്രൂഫ് അഗെയിൻ ചെറിയൊരു പ്രൂഫാണ്, നോക്കാം. പ്രൂഫ്, സപ്പോസ് എഫ് is algebraically closed field is an algebraic, f is, if suppose f is an algebraically closed field and E is an algebraic extension of f. f algebraically closed ആണ്, ഈ എഫിന്റെ എന്താണ്? ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷൻ ആണ്. ഈ എഫിന്റെ അൾജിബ്രിക് എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഈക്വൽ ടു ഇ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യാറ്. ഓക്കെ, സപ്പോസ് നമ്മളൊരു ഇനെ, ഇ എന്നൊരു എലമെന്റിനെ ആർബിട്രറി ചൂസ് ചെയ്യാം. സപ്പോസ് ആൽഫ ബിലോങ്സ് ടു ഇയിലുള്ള ഒരു എലമെന്റ് ആണ് ആൽഫ. സിൻസ് ഇ ഈസ് അൾജിബ്രിക് ഓർ ഈസ് ആൻ അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ്, വി ഹാവ് ആൽഫ ഈസ് അൾജിബ്രിക് ഓർ എഫ്. ഓക്കെ, ഈ അൾജിബ്രിക് എക്സ്റ്റൻഷൻ ആണ് ഓർ എഫ്. ഈ ആൽഫ ഇയിലുള്ള എലമെന്റ് ആണ്. അപ്പോ ആൽഫ ഓർ എഫ് അൾജിബ്രിക് ആയിരിക്കും. അതായത് ആൽഫ ഓർ എഫ് ഏതോ ഒരു പോളിനോമിയലിന്റെ റൂട്ട് ആയിട്ട് വരും. അതിൽ തന്നെ നമ്മൾ ആൽഫ റൂട്ട് ആയിട്ട് വരുന്ന ഓർ എഫ് പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കൺസിഡർ ചെയ്യുക. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓർ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് മൈനസ് ആൽഫ ആയിരിക്കും, അല്ലെ? എക്സ് മൈനസ് ആൽഫ ആയിരിക്കും. കാരണം എന്താണ്? കാരണം അഗൈൻ എഫ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണ്, ഫീൽഡ് എഫ്. അപ്പോൾ എഫ് ഓർ ഫീൽഡ് എഫ് ഒരു പോളിനോമിയൽ ആണ്. അപ്പോൾ തൊട്ടു മുന്നത്തെ തിയറി പ്രകാരം നമുക്ക് എന്ത് പറയാം? എഫിനെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ഓക്കെ, ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. എക്സ് മൈനസ് എഫ് ഞാൻ മോണിക് പോളിനോമിയലാണ് അസ്യൂം ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് ആൽഫ 1, സോറി ആൽഫ അല്ല, a1 എക്സ് മൈനസ് a2 എക്സെട്ര എക്സ് മൈനസ് an എന്നുള്ള രൂപത്തിലേക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, ആൽഫ അതിന്റെ റൂട്ടാണ്. സപ്പോസ് എഫ്
ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓർ എഫ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാന്നാ പറഞ്ഞു. ഇതിനെ ലീനിയർ ഫാക്ടർ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ആൽഫ അതിന്റെ 0 ആണ്. അപ്പോൾ ആൽഫ ഏതെങ്കിലും ഒരു A1-ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എക്സ് മൈനസ് A1, എക്സ് മൈനസ് A2 എക്സെട്ര എക്സ് മൈനസ് A എന്നുള്ള രൂപത്തിലാണെന്ന് കരുതും. അപ്പോൾ എക്സ് മൈനസ് ആൽഫ അതിന്റെ റൂട്ടാണ്. അപ്പോൾ ഏതോ ഒരു AI0 ആണ്. വിത്തൗട്ട് യൂസ് ഓഫ് ജനറാലിറ്റി A1 ആണ് ആൽഫ എന്ന് കരുതും. ഓക്കെ, ആൽഫ ഇതിന്റെ റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ ഏതോ ഒരു AIക്ക് ഈക്വൽ ആണെന്ന് പറയാം. ഞാൻ വിത്തൗട്ട് യൂസ് ഓഫ് ജനറാലിറ്റി A1 ആണ് ആൽഫക്ക് ഈക്വൽ ആയിട്ട് വരുന്നതെന്ന് കരുതും. അപ്പോൾ എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 എക്സെട്ര എക്സ് മൈനസ് ആൽഫ n. ആൽഫ A1 എന്താണ്? ആൽഫയാണ്. അപ്പോൾ ഇവിടെ ആൽഫ ഉണ്ട്. ഇത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഈ ഒറ്റ ഫാക്ടറേ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്തായിരിക്കും? ആൽഫന്റെ ഓവർ എഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സ് മൈനസ് ആൽഫ ആയിരിക്കും. ഇത് എഫിലുള്ള ഓർ റിംഗ് ഓഫ് പോളിനോമിയൽസ് ഓർ എഫിലുള്ള പോളിനോമിയൽ ആണ്. അപ്പൊ അതായത് എക്സ് മൈനസ് ആൽഫ ഓർ എഫ് പോളിനോമിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റന്റ് ടേം ആൽഫ എവിടെ ഉണ്ടാകണം? എഫിൽ ഉണ്ടാകണം. അപ്പോൾ ആൽഫ എഫിലുണ്ട്. ഞാൻ ഇന്ന് ഒരു എലമെന്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ എലമെന്റ് എഫിലുണ്ട്. ഈ ഇൻക്ലൂഷൻ ട്രിവിയൽ ആണ്. ഇപ്പോൾ പ്രൂവ് ചെയ്ത ഇൻക്ലൂഷൻ എന്താണ്? ഇതാണ്, ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ്. ഈ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കമ്പൈൻ ചെയ്താൽ എഫ് ഈക്വൽ ടു ഇ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ തിയറം ഓഫ് അൾജിബ്ര, അതായത് ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണ്. അതായത് ഒരു പോളിനോമിയൽ നമ്മൾ ഓർ സി കൺസിഡർ ചെയ്താൽ ആ പോളിനോമിയലിന്റെ എല്ലാ റൂട്ട്സും, അല്ലെങ്കിൽ ആ പോളിനോമിയലിന് സിയിൽ ഒരു റൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പോളിനോമിയലിന്റെ എല്ലാ റൂട്ട്സും കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സിന് ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷൻ പിന്നെ പോസിബിൾ അല്ല. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് സെറ്റ് ബിലോങ്സ് ടു റിംഗ് ഓഫ് പോളിനോമിയൽസ് ഓവർ സി ഹാസ് നോ സീറോസ് ഇൻ സി. അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് അല്ല, അൾജിബ്രിക്കലി ക്ലോസ്ഡ് അല്ല, സപ്പോസ് സി ഫീൽഡ് ഓഫ് പോളിനോമിയൽസ് ഓർ സപ്പോസ് ഫീൽഡ് ഓഫ് complex numbers is not algebraically closed, then there exists a polynomial f of z in ring of polynomials or C such that fz has no zeros in C. അങ്ങനെ ഒരു പോളിനോമിയൽ എഫ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യണം ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്തല്ലെങ്കിൽ അൾജിബ്രിക്കലി ക്ലോസ്ഡ് അല്ലെങ്കിൽ. അപ്പോൾ എഫ് ഓഫ് സെറ്റ് എന്തല്ല, ഒരു നമ്മളെ അസംഷൻ എന്താണ്? എഫ് സെഡ് എന്നുള്ള ഒരു പോളിനോമിയൽ ഉണ്ട്, അതിന് കോംപ്ലക്സ് നമ്പേഴ്സിൽ റൂട്ട് ഇല്ല. എഫ് സെഡ് അനാലിറ്റിക് ആണ്, എഫ് സെഡിന് സീറോസ് ഇല്ല. അപ്പോൾ 1/f ഓഫ് സെഡ് എന്തായിരിക്കും? എൻഡയർ ഫംഗ്ഷൻ ആയിരിക്കും. എഫ് സെഡ് എൻഡയർ ആണ്, എഫ് സെഡിന് സീറോസ് ഇല്ല, എഫ് ഓഫ് സെഡിന് സീറോസ് ഇല്ല. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? എൻഡയർ ഫംഗ്ഷൻ ആയിരിക്കും, അനാലിറ്റിക് ആയിരിക്കും. 1/f ഓഫ് സെഡ് ഈസ് ആൻ എൻഡയർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് അനാലിറ്റിക് എവരിവെയർ. ആൾസോ എഫ് ഈസ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ. എഫ് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയതുകൊണ്ട് ലിമിറ്റ് മോഡ് z ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ്ലെസ് ഓഫ് എഫ് ഓഫ് സെഡ് എങ്ങോട്ട് ഡൈവേർജ് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് ഡൈവേർജ് ചെയ്യും. വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് മോഡ് z ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ്ലെസ് ഓഫ് 1/f ഓഫ് സെഡ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? 0ലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയണം? 1/f ഓഫ് സെഡ് മസ്റ്റ് ബി ബൗണ്ടഡ് ഇൻ സി. 1/f ഓഫ് സെഡ് എന്നുള്ള എൻഡയർ ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ്. ഒരു എൻഡയർ ഫംഗ്ഷൻ, നോൺ കോൺസ്റ്റന്റ് എൻഡയർ ഫംഗ്ഷൻ ഒരിക്കലും ബൗണ്ടഡ് ആവില്ല. അപ്പോൾ 1/f ഓഫ് സെഡ് എന്താവണം? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഹെൻസ് ബൈ ലോലീസ് തിയറം. ലോലീസ് തിയറം പറയുന്നത് അനലിറ്റിക് പ്രൂഫ് ആണ്, ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസിന്റെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് റെഫർ ചെയ്താണ്. ലോലീസ് തിയറം പറയുന്നത് നോൺ കോൺസ്റ്റന്റ് എൻഡയർ ഫംഗ്ഷൻസ് ഒക്കെ അൺബൗണ്ടഡ് ആയിരിക്കും എന്നാ പറഞ്ഞു. നമുക്കിപ്പോ കിട്ടിയത് 1/f ഓഫ് സെഡ് ആസ് ഇറ്റ് ഇസ് ദാറ്റ് മോഡ് z ടെൻസ് ടു ഇൻഫിനിറ്റി 0 ആണ്. അതായത് 1/f ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ എൻഡയർ ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ്. അതിനർത്ഥം അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. 1/f ഓഫ് സെഡ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അതായത് 1/f കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫും കോൺസ്റ്റന്റ് ആയിരിക്കും. എഫ് ഈസ് എ കോൺസ്റ്റന്റ് എൻഡയർ ഫംഗ്ഷൻ. അതായത് എഫ് ഒരു എന്താണ്? കോൺസ്റ്റന്റ് പോളിനോമിയൽ. അത് നമ്മളുടെ അസംഷന്
ഓക്കെ അല്ല. നമ്മൾ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയിട്ടാണ് എഫിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ അസംഷൻ റോങ് ആണ്. അപ്പോൾ എന്ത് പറയാ, സി ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അൾജിബ്രിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇതാണ് നമുക്ക് എക്സ്റ്റൻഷൻ ഫീൽഡിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് ജോമെട്രിക് കൺസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.